സാരോപദേശം 8 മിനിറ്റ് മതിയെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞത് വളരെ സ്വീകാര്യമായ കാര്യമായി തോന്നുന്നു. സഭയിലെ അംഗങ്ങൾ ഉറങ്ങുന്നത് തടയാൻ പുരോഹിതന്മാർ അവരുടെ പ്രസംഗങ്ങൾ ചുരുക്കി പരമാവധി 8 മിനിറ്റ് സംസാരിക്കുന്നതാണ് അഭികാമ്യമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നു. ഒരു സഭാ ശുശ്രൂഷയ്ക്കിടെ നൽകുന്ന പ്രഭാഷണം അഥവാ സന്ദേശം 8 മിനിറ്റായി ചുരുക്കണമെന്ന് മാർപ്പാപ്പ പറഞ്ഞത് ഇത് കേരളത്തിലെ പുരോഹിതരെ ഉദ്ദേശിച്ചാണോ മാർപ്പാപ്പ പറഞ്ഞതെന്നറിയില്ല. മാർപ്പാപ്പ പറഞ്ഞ കാര്യത്തോട് കേരളത്തിലെ പുരോഹിതരും സഭാ നേതാക്കളും അർഹിക്കുന്ന ഗൗരവം ഈ വിഷയത്തിന് കൊടുക്കുമെന്ന് കരുതുന്നു. കേരളത്തിലെ പുരോഹിതർ മൈക്ക് കിട്ടിയാൽ പറയുന്നത് എന്താണെന്ന് പലപ്പോഴും അവർക്കും അറിയില്ല, നാട്ടുകാർക്കും അറിയില്ല. 1 മണിക്കൂറിലൊക്കെ അധികമാണ് പലരും പ്രസംഗിക്കുന്നത്. ഈ പ്രസംഗത്തിന്റെ സമയത്ത് പള്ളിയിൽ കുർബാനയ്ക്ക് വന്ന പലരും നല്ല ഉറക്കമായിരിക്കും. ചില പുരോഹിതർ ഇടവകക്കാരെ വഴക്കു പറയാനാണ് ഭൂരിഭാഗം സമയവും വിനിയോഗിക്കുന്നത്. കൂടുതൽ സമയമെടുത്താൽ ആളുകളുടെ ശ്രദ്ധ മാറും, അവർ ഉറങ്ങി തുടങ്ങും. ചില വൈദികർ ദീർഘമായ പ്രസംഗം നടത്തി ആളുകളെ വിഷമിപ്പിക്കാറുണ്ടെന്നും അതും ശരിയല്ലെന്നും മാർപ്പാപ്പ പറഞ്ഞിരുന്നു. കേരളത്തിന് വെളിയിലുള്ള അമേരിക്കയിലെയും മറ്റു വിദേശ രാജ്യങ്ങളിലെയും ഇംഗ്ലീഷ് പള്ളികളിൽ നടക്കുന്ന പ്രസംഗങ്ങൾ കേരളത്തിലെ സഭകൾക്ക് മാതൃകയാക്കാവുന്നതാണ്. കൂടിപ്പോയാൽ ഒരു 10 മിനിറ്റ് മാത്രമേ അവർ പ്രസംഗിക്കുകയുള്ളൂ. വളരെ ചുരുങ്ങിയ വാക്കുകൾ ഉപയോഗിച്ച് തമാശയൊക്കെ പറഞ്ഞ് അവർ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ, സന്ദേശങ്ങൾ കൃത്യതയോടെ പങ്കുവയ്ക്കും. അതല്ലേ നല്ലത്? മണിക്കൂറുകൾ പ്രസംഗിച്ച് നാട്ടുകാരെ വെറുപ്പിക്കുന്നതിന് പകരം ലഘുവായ സന്ദേശങ്ങൾ നൽകാൻ മലയാളികളായ പുരോഹിതർ തീരുമാനമെടുത്താൽ അത് വിശ്വാസികൾക്ക് വലിയൊരു ഉപകാരമായിരിക്കും.